ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളൊരു കുഞ്ഞു വ്ളോഗിലേക്ക് പോയാലോ? ഒന്നുമില്ല, വളരെ കുഞ്ഞൊരു വീഡിയോ കേട്ടോ. ഇങ്ങനെ നാടും വീടുമൊക്കെ വിട്ട് അന്യദേശത്ത് പോയി ജോലി ചെയ്യുന്നവരില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ മനോഹാരിത നമുക്ക് എപ്പോഴാണ് മനസ്സിലാവാമെന്നറിയോ? നമ്മൾ നമ്മുടെ നാടും വീടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിനെ ഒരുപാട് മിസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരുടെയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് ആരുടെയും വില അറിയില്ല. ഈ പൂവ് പോലെ അത്ര മനോഹരമാണ് നമ്മുടെ ഓരോ ബന്ധങ്ങളും. പക്ഷേ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ കൂടെയുള്ള, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വില നമ്മൾ മനസ്സിലാക്കില്ല. അതല്ലേ സത്യം? ബാക്ക്ഗ്രൗണ്ട് നല്ല മ്യൂസിക് ഉണ്ട് കേട്ടോ. നല്ല മാങ്ങ, നിറച്ച് മാങ്ങയുണ്ട് ഇപ്പോൾ. ഇങ്ങനെ മാങ്ങ ഉണ്ടാവുന്ന സമയത്തായിരിക്കും, നിറച്ച് മാമ്പഴം ഉണ്ടാവുന്ന സമയത്തായിരിക്കും ഒരു മഴ പതിവുക. പണ്ടത്തെ കാരണവന്മാർ പറയും, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാരണവന്മാർ പറയുന്ന കുറേ പഴഞ്ചൊല്ലിലൊക്കെ കാര്യമുണ്ടെന്ന് തന്നെയാണ്. കാരണം നമ്മുടെ ഭാവി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് മാങ്ങയിൽ മാവിലൊരുപാട് പൂവുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്രാവശ്യം നിറച്ച് മാങ്ങ ഉണ്ടാവുമെന്ന്. ആ സമയത്താവും പ്രതീക്ഷിക്കാത്ത മഴ ഉണ്ടാവുക. അപ്പോൾ ഒരൊറ്റ മഴയിൽ എന്തുണ്ടാവും? ആ ഉണ്ടായ എല്ലാ പൂവും കൊഴിഞ്ഞു പോകും. നമ്മൾ പ്രതീക്ഷിച്ച ആ മാങ്ങ നമുക്ക് ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യവും. മക്കളെ ഓർത്ത് വേദനിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. മക്കൾ ഇല്ലാതെ വേദനിക്കുന്നവരുണ്ട്. മക്കളുണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വേദന അനുഭവിക്കുന്നവരുണ്ട്. ഇപ്പോൾ കണ്ടേ, അടുത്ത് ഒരു കുട്ടി പ്രസവിച്ച് കഴിഞ്ഞിട്ടാണ് 10 ദിവസമായപ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചു. നമ്മുടെ ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാ സത്യത്തിൽ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഒരു ദയയോ കരുണയോ സഹതാപങ്ങളോ ഒന്നുമില്ലാത്ത, ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുക. പ്രകൃതിയിലേക്കൊന്ന് നോക്കിയേ, എത്ര ശാന്തമാണ് പ്രകൃതി. നോക്കിയേ, പ്രകൃതിയിലേക്കൊന്ന് നമ്മൾ വന്ന് നമ്മളൊന്ന് കണ്ണടച്ച് കുറച്ച് നേരം ഇരുന്നാൽ തന്നെ നമ്മൾ ശാന്തരാവും. നമ്മൾ തലോടുന്ന ആ കാറ്റും ചുറ്റുപാടുള്ള കിളികളുടെ ഒച്ചയും. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്ന് അങ്ങനെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയേ. നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ശാന്തമാവും. വേണമെങ്കിൽ കണ്ണടച്ചൊന്ന് 1, 2, 3 അല്ലെങ്കിൽ 1, 2 എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ അങ്ങനെ ഒന്ന് നമ്പേഴ്സ് ഒന്ന് എണ്ണി നോക്കിക്കേ. ഒപ്പം ഈ കിളികളുടെ ഒച്ചയും ഒക്കെ ഒന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. നമ്മൾ ശാന്തമാവും. ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. വെയിലില്ല, അന്ന് മഴയുമില്ല, ശാന്തമായ അന്തരീക്ഷം. മനുഷ്യത്വം ഇല്ലാതെ ആവുമ്പോഴാണ് നമ്മുടെ ചുറ്റുപാടുകൾ നശിച്ചു തുടങ്ങണേ.
സഹജീവികളോടും പ്രകൃതിയോടും ലവലേശം കരുണയില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥരായി നമ്മൾ തീരുമ്പോഴാണ് അവിടം കൊണ്ട് തീരുകയാണ്. സത്യത്തിൽ അങ്ങനെ വരുമ്പോൾ നമ്മളിലെ ആ നന്മ ഇല്ലാതാവുന്നതോടുകൂടി സത്യത്തിൽ നമ്മൾ മരിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ പണ്ടുള്ളവർ ഈ പ്രകൃതിയിലേക്ക് മടങ്ങി വരിക എന്ന് പറയണേ? പ്രകൃതിക്ക് മാറ്റമൊന്നും സംഭവിക്കണില്ല. പ്രകൃതിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനുഷ്യരായിട്ടുണ്ടാക്കിയ മാറ്റങ്ങളാണ്. നമ്മൾ ഉപദ്രവിച്ച്, നമ്മൾ ദ്രോഹിച്ച്, നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് പ്രകൃതിക്ക് മാറ്റം വന്നിട്ടുള്ളത്. നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിക്കും. പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റും. അതാണ് സത്യം. അപ്പോൾ ഞാനീ കുഞ്ഞു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ആർക്കെങ്കിലും ഈ ഒരു കുഞ്ഞു വ്ളോഗ് കണ്ട് മനസ്സുകൊണ്ട് കുറച്ചെങ്കിലും നൊസ്തു ഫീൽ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമല്ലേ. വലിയ സംഭവങ്ങളൊന്നും വ്ളോഗിലില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരു ചെറിയൊരു സന്തോഷം, ഒരു ചെറിയൊരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വിരിഞ്ഞാൽ അതല്ലടോ ഏറ്റവും വലിയ കാര്യം. ഒരു കുഞ്ഞൊരു സന്തോഷം, കുഞ്ഞൊരു പുഞ്ചിരി, കുഞ്ഞൊരു സമാധാനം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം കേട്ടോ.